അല്ലാഹുവേ, നാളത്തെ ഈ രാത്രി ഒരു പക്ഷെ റമദാനിന്റെ രാവാണെങ്കിൽ നല്ല റാഹത്തോടെ നാളത്തെ മഗ്രിബോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം. ശരീരത്തിലുള്ള നഖങ്ങളൊക്കെ മുറിച്ച് വൃത്തിയാക്കണം. ശരീരത്തിലെ ഗോപ്യമായ അവയവങ്ങളിലുള്ള എല്ലാ ശരീരത്തിന്റെ മ്ലേച്ഛമായ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കണം. അങ്ങനെ താടിയൊക്കെ വൃത്തിയാക്കേണ്ടവർ താടിയൊക്കെ വൃത്തിയാക്കി അങ്ങനെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള പ്രത്യേകമായ ഒരുക്കം. നാളത്തെ മഗ്രിബാകുമ്പോഴേക്കും വീടുകളൊക്കെ നല്ല വൃത്തിയാക്കി നല്ല സുഗന്ധം അടിച്ചു വീശുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറണം. ഒരു വലിയ അതിഥി നമ്മുടെ കമ്മിലേക്ക് വരികയാണ്. ഈ വരുന്ന അതിഥി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയ അവസാനത്തെ അതിഥിയാണോ എന്ന് നമുക്കറിയുകയില്ല. അള്ളാഹു നമുക്കൊരു റമദാൻ കണക്കാക്കിയിട്ടുണ്ടാകും. ഈ വർഷത്തെ അവസാനത്തെ റമദാനാകുന്ന അതിഥിയെയാണോ, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിനെയാണോ ഞാൻ സ്വീകരിക്കുന്നത് അല്ലാ എന്ന ഒരു വലിയ ചിന്തയോടുകൂടെ നാളത്തെ മഗ്രിബാകുമ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി നിന്ന് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എങ്ങനെയാണോ റമദാനിനെ സ്വീകരിക്കേണ്ടത്, ഒരു കളവ് പറയാത്തൊരു നോമ്പ്, ഒരു കളവ് പറയാത്തൊരു നോമ്പ്, ഒരു ഗീബത്ത് പറയാത്തൊരു നോമ്പ്, ഒരു നമീമത്ത് പറയാത്ത ഒരു നോമ്പ്, അന്യരെ കുറിച്ചൊരു മോശത്തരങ്ങളും പറയാത്ത ഒരു നോമ്പ്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു നോമ്പ്. അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ല ഒരു നോമ്പായി ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ആ രൂപത്തിൽ വിശുദ്ധ റമദാനിനെ യാത്രയാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ മഹളായ ഫള് കൊണ്ട് ഏറ്റവും വലുതായി ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഇതിനെല്ലാം സാധ്യമാകാൻ ഞങ്ങളെ മുന്നിൽ ഒരേ ഒരു വഴിയേയുള്ളൂ. ആ വഴി എന്ന് പറയുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ